ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ രണ്ട് വായനകളിലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ കുടിച്ചിട്ടില്ല. ഒരു കാപ്പി, നമ്മളൊക്കെ കാപ്പി കുടിക്കുന്നവരാണ്, അതിന് ഇത്ര വരുവോളെന്നറിയാം. പക്ഷെ ഏതാണ്ട് 2000 രൂപ വില വരുന്ന ഒരു കാപ്പി. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത്, അത് കുടിക്കുമ്പം നമ്മുടെ വായിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു വിലപിടിപ്പുള്ളതാണേലും അത്രയും സുഖം തരുന്ന ആസ്വാദ്യമായിട്ടുള്ള ഒരു കാപ്പി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ദൈവമക്കളായ നമ്മുടെയൊക്കെ ചങ്കിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ഇതേ ഫീലിംഗ് തന്ന് ഇറങ്ങി ചെല്ലേണ്ട ഒരു വചന സന്ദേശമാണ് ആദ്യവായനയിൽ നമുക്ക് ലഭിക്കുക. ജെറമിയയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനവും 7-ാമത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നമ്മെ സഹായിക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ ആദ്യ വായനയുടെ ഏറ്റവും വലിയ സന്ദേശം അതാണ്: ദൈവത്തെ നിന്റെ സങ്കേതമാക്കി മാറ്റുക. സങ്കീർത്തനം 23, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇതുപോലെ സങ്കീർത്തനം 91 വായിച്ചാൽ, ദൈവമാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്, ദൈവമാണ് എൻ്റെ സങ്കേതം. അതിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ജെറമിയ 17:5 പറയുകയാണ്, മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. ശപിക്കപ്പെട്ടവർ, അങ്ങനെയാ വചനം പറയുക. ഈ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച്, കർത്താവിനെ സങ്കേതമാക്കിയവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. അവരാറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് വേനൽക്കാലത്തെ അതിന് ഭയപ്പെടേണ്ടതില്ല. പ്രാർത്ഥനയും വചനധ്യാനവും അതുപോലെ തന്നെ നമുക്ക് കൗദാശിക ജീവിതവും ഒക്കെ അർത്ഥവത്തായിട്ട് നമ്മളത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നവരാണെന്ന് അതിലൂടെ മനസ്സിലാവും. അങ്ങനെയുള്ളവർക്ക് ഒന്നിനും ഒരു കുറവും വരത്തില്ല. അവർ അനുഗ്രഹീതർ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പറയുന്നുണ്ട്, നമ്മുടെ കഴിവിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ കൂട്ടുകാരിലോ അവരുടെ സ്വാധീനത്തിലോ ഒക്കെ ആശ്രയിച്ചു പോകുന്നതിനേക്കാൾ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയാൽ, ഇരുന്നൊന്ന് വചനം ധ്യാനിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, നന്നായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് ആ കുർബാനയിലൂടെ കൃപയുടെ ദാതാവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ദൈവം നമുക്ക് സങ്കേതമായിട്ട് മാറും. ഉൽപ്പത്തി 15-ന്റെ 1-ാമത്തെ വചനം എടുത്താൽ, ഇങ്ങനെ ഒരു കാര്യം ഇഷ്ടപ്പെട്ട, അതിൽ വിശ്വാസം അർപ്പിച്ച അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് ദൈവം വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് ദൈവം പറഞ്ഞ എന്താ? ഞാൻ നിനക്ക് പരിചയമായിരിക്കും, ഞാൻ നിന്റെ സങ്കേതമായിരിക്കും, നിന്റെ സകല കാര്യത്തിലും ഞാൻ ശ്രദ്ധാലുവായിരിക്കും. ഇതിനപ്പുറം നമുക്ക് എന്താ വേണ്ടേ? പറയുന്നുണ്ട്, അബ്രാഹത്തെ പോലെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് കറതീർന്ന ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ 2-ാം വായന പക്ഷേ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് മുതലേ പ്രസംഗ വിഷയമാകുന്ന ഒരു കാര്യമാണ് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഞാൻ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ധനവാൻ നരകത്തിൽ പോയതിൻ്റെ കാര്യം ഒന്ന് ബോധ്യപ്പെടാൻ. കാരണം ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ധനവാൻ ഒരുപാട് നന്മയുള്ള വ്യക്തിയാണ്. അവൻ്റെ മേശയെന്ന് വീണ ഭക്ഷണം കൊണ്ടാണ് ലാസർ ജീവിച്ചത്. ഈ ദരിദ്രനായ മനുഷ്യനെ, ഭിക്ഷക്കാരനെ ഓടിച്ചു വിടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവനെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കുന്നതായിട്ട്, വടിയെടുത്ത് അടിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. ഇനി ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. ഇത് ചിലരുടെ ഒരു കാഴ്ചപ്പാട്, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും പള്ളിപ്പോക്കും കുർബാന സ്വീകരണം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു നാശം വന്ന ബാക്കി എല്ലാവർക്കും അതുപോലെ നാശം വരണം, എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം വേറെ ആർക്കും വേണ്ട, അങ്ങനെ ചിന്തിക്കുന്ന, സ്വാർത്ഥതയിലും അസൂയയിലും ചിന്തിക്കുന്നവരെ നമ്മൾ കണ്ടെന്ന് വരും. പ്രാർത്ഥനക്കാരും ബലിയർപ്പിക്കുന്നവരും ഒക്കെയാണെന്ന് പറയാം. എന്നിട്ടും ഈ കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണുകയാണ്. ഈ ധനവാൻ സൂചിപ്പിച്ചൊരു കാര്യം,
പിതാവായ അബ്രാഹമേ, ഒരു കൺസെഷൻ. ഞാൻ ഒരുപാട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അനുവദിച്ചല്ലേ, ഒരു കൺസെഷൻ. ഞാനിവിടെ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുക. നരകയാതന എന്താണെന്ന് നമ്മൾ വിശുദ്ധരൊക്കെ പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ട്. നരകയാതന, അതേക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളൊക്കെ കിട്ടിയ വ്യക്തികൾ അത് പങ്കുവച്ചിട്ടുണ്ട്. ഞാനിവിടെ നരകയാതന അനുഭവിക്കുക. എൻ്റെ വായിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു തരാൻ, അല്ലെങ്കിൽ വിരല് വെള്ളത്തിൽ മുക്കി എൻ്റെ വായിലൊന്ന് വെച്ച് തരാൻ, എനിക്കൊരാശ്വാസം കിട്ടാൻ ലാസറിനെ എൻ്റെ പക്കലേക്കൊന്ന് അയക്കണമേ. അതിങ്ങ് നടക്കുകയെന്ന് കണ്ടപ്പോഴത്തേക്കും ധനവാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ 5 സഹോദരങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാ. അവരുടെ ജീവിതം അത്ര കറക്റ്റൊന്നും അല്ല. അവർക്ക് പശ്ചാത്താപത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യണം, നീ ലാസറിനെ അവരുടെ പക്കലേക്കൊന്ന് അയക്കണം. ഇന്ന് നമുക്കാണെങ്കിൽ സാധിക്കും, വചനം വിശ്വസിക്കാൻ പലർക്കും താല്പര്യമില്ല. വല്ല ഇടിവെട്ട് സൗഖ്യം ഉണ്ടായാൽ, അങ്ങനെ എന്തെങ്കിലും അത്ഭുതം നടന്നാൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദേശം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് പ്രവാചകന്മാരുണ്ടല്ലോ, പ്രവാചകന്റെ സ്വരം കേൾക്കാൻ പറ്റുമല്ലോ, അവർക്ക് വചനത്തിലൂടെ ദൈവഹിതം അറിയാൻ പറ്റുമല്ലോ. അതവര് അംഗീകരിക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്നാൽ പോലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വാസം അത്ഭുതം കാണുന്നത് കൊണ്ട് ഉണ്ടാകുന്നതല്ല, വിശ്വാസം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ ധനവാന്റെ പാപം അതെന്താണെന്ന് മനസ്സിലാക്കി അത് ഒരു കുമ്പസാരത്തിലേക്ക് കൊണ്ടുവരുന്ന എത്ര കത്തോലിക്കരുണ്ടാവും? ധനവാന്റെ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ ആരെയും ദ്രോഹിച്ചില്ല. പക്ഷേ അവന് പറ്റിയൊരു പ്രശ്നം, അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ സന്ദേശം. ദൈവത്തെ സമ്പത്തായി കാണുന്നതിൽ പരാജയം സംഭവിച്ചു. ദൈവത്തെ സമ്പത്തായിട്ട് കാണുന്നവർ സമ്പത്ത് ദൈവം പറയുന്നത് പോലെ വിനിയോഗിക്കും. ലൗകിക സമ്പത്ത് ദൈവം പറയുന്നത് പോലെ വിനിയോഗിക്കുന്നവരാണ് ദൈവത്തെ സമ്പത്തായിട്ട് കാണുക. അവർക്ക് വചനം ലംഘിച്ച് സമ്പത്ത് സമ്പാദിക്കാനും പറ്റില്ല, വചനം ലംഘിച്ച് സമ്പത്ത് ചിലവഴിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ദൈവം പറയുന്നത് അനുസരിക്കുന്നവരാണ് ദൈവത്തെ സമ്പത്തായിട്ട് കണ്ടിരിക്കുന്നവര്. ബാക്കിയെല്ലാം ദൈവിക സമ്പത്തിന്റെ താഴെ നിൽക്കണം. നമ്മൾ കാണുന്നുണ്ട്, ജോബിന്റെ പുസ്തകം 22, 25, 26 വചനങ്ങൾ വായിക്കുമ്പോൾ സകല സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെട്ട ജോബ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് അത്യുന്നതനായ ദൈവമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. വിലപ്പെട്ട സ്വർണവും വെള്ളിയും എനിക്ക് ദൈവം തന്നെയാണ്. ദൈവത്തെ സമ്പത്തായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ജോബ് എന്ന് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ത്യാഗപ്രവർത്തികൾ എടുക്കുന്നവരാണ്, കുമ്പസാരം നടത്തുന്നവരാണ്. ഈ കുമ്പസാരം ഏറ്റവും നല്ല കുമ്പസാരമായിട്ട് മാറണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ലാസറിന്റെ ഉപമയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിശുദ്ധർ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, ശരിക്കും കുമ്പസാരത്തിൽ സംഭവിക്കേണ്ടത് പാപപ്രവർത്തികൾ ഉപേക്ഷിച്ച് പുണ്യപ്രവർത്തികൾക്ക് ആരംഭം കുറിക്കണം. ഇത് രണ്ടോടെ ചേരുമ്പോഴാണ് നല്ല കുമ്പസാരാകുന്നതെന്ന്. പാപപ്രവർത്തികൾ പരിത്യജിച്ച് പുണ്യപ്രവർത്തികൾക്ക് ആരംഭം കുറിക്കണം. മാത്രമല്ല നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ ബാസിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതാണ് ധനവാന് പറ്റിയ പ്രശ്നം. വിശുദ്ധ ബാസിൽ പറയുന്നത്, നിന്റെ ആവശ്യം കഴിഞ്ഞ് കൈവശമുള്ള പണം ദരിദ്രർക്ക് അവകാശപ്പെട്ടതാ. ഔദാര്യം കാണിക്കുന്നതിനേക്കാൾ അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന്. നമ്മുടെ ഔദാര്യത്തിൽ ആശ്രയിച്ചവർ നിൽക്കുന്നതിനേക്കാൾ എൻ്റെ കടമ നിറവേറ്റാൻ ഞാൻ തയ്യാറാകുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ചുറ്റുപാടും ദരിദ്രർ ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയാണ്, നിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷണം ദരിദ്രർക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഒരു ബോധ്യമില്ലാതെ ജീവിക്കുന്നവർ അവരനീതി പ്രവർത്തിക്കുന്നവരായി മാറും. അതാണ് വിശുദ്ധ ബാസിൽ തന്നെ പറഞ്ഞത്, നീ ചെയ്യാത്ത സൽപ്രവൃത്തി നീ ചെയ്യുന്ന അനീതിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേര് ഈ പാപം
കുമ്പസാരത്തിൽ കൊണ്ടുവരാറുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മുടെ കുമ്പസാരം ആത്മാർത്ഥമാണ്, അർത്ഥവത്താണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ പാപപ്രവർത്തികൾ സ്റ്റോപ്പ് ചെയ്യണം, പുണ്യപ്രവർത്തികൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും നടക്കുമ്പോഴാണ് ശരിക്കും ഞാൻ നല്ലൊരു കുമ്പസാരം നടത്തി എന്ന് പറയാൻ പറ്റുക. അല്ലാതെ നല്ല അച്ചട്ടായിട്ട് അടുക്കും ചിട്ടയോടും കൂടി എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു എന്നതിനേക്കാൾ അനുതാപം, പശ്ചാത്താപ വിവശ ഹൃദയം, മാത്രമല്ല പാപം സ്റ്റോപ്പ് ചെയ്ത് പുണ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു ദൃഢനിശ്ചയമുള്ളവരെ കുമ്പസാരിച്ചാൽ ആ കുമ്പസാരം ആത്മാർത്ഥമാണ്. ഇങ്ങനെയൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെയൊന്ന് കുമ്പസാരിക്കാൻ സാധിച്ച് ആ ലെവലിലുള്ള ജീവിതം നയിക്കാൻ സാധിച്ചാൽ നമ്മൾ സ്വർഗത്തിലെത്തും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇതൊന്ന് ബോധ്യപ്പെട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.